നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG ഉവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഫൈനലിൽ കാണാൻ അവർക്ക് ഭാഗ്യമില്ല. ആദ്യ പാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് സിഗ്നൽ ഇദൂന പാർക്കിൽ തോറ്റു. രണ്ടാം പാദം പാക്ടസ് പ്രിൻസസിലും ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. ശരിയാണ്, പോസ്റ്റിലടിച്ച് 4 ഷോട്ടുകൾ പോയി. കഴിഞ്ഞ പാദത്തിൽ പോസ്റ്റിലടിച്ച് 2 ഷോട്ടുകൾ പോയി. നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി. 30ഓളം ഷോട്ടുകൾ തീർത്തു. ഒക്കെ പറയാമെന്നേ ഉള്ളൂ. വലയിലേക്ക് പന്തെത്തിച്ചെങ്കിലേ ഗോളാവുകയുള്ളൂ. PSG നഷ്ടമായത് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ മെന്റാലിറ്റിയാണ്, വെറുതെ പറയുന്നതല്ല. PSG അവരുടെ ചരിത്രത്തിൽ ഉവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വരെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നെയ്മർ ജൂനിയറുടെ മികവിലാണ്. 2020 അത് സംഭവിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കോവിഡ് കാരണം നിർത്തിവെക്കുകയും പിന്നീട് നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങളൊക്കെ ഏകപാദ മത്സരമായി നടത്തിയ, പോർച്ചുഗലിൽ വെച്ച് ഒരുമിച്ചങ്ങ് നടത്തിയ ആ ടൂർണമെന്റ്, അവിടെ 8-2 ബാഴ്സലോണയെ നാണം കെടുത്തി വിട്ട് വന്ന അതേ ബയേൺ മ്യൂണിക്ക് ഫൈനലിൽ PSG ശരിക്ക് വിയർത്തു. ഒടുവിൽ ഒറ്റ ഗോളിന്റെ ബലത്തിൽ അവര് കിരീടം കൊണ്ടുപോവുകയായിരുന്നു. ആ ഫൈനൽ വരെ അവരെ PSG കൊണ്ടുപോയത് നെയ്മർ ജൂനിയറാണ്. ഫൈനലിൽ സുവർണാവസരം എംബാപ്പെ പാഴാക്കിയത് നമ്മൾ കണ്ടു. ഇന്നലെയും കണ്ടു അദ്ദേഹം നല്ല അവസരം പാഴാക്കി കളയുന്നത്. അപ്പോൾ PSG സംബന്ധിച്ചിടത്തോളം അവർ മിസ് ചെയ്തത് നെയ്മറെയാണ്. നെയ്മറുടെ മെന്റാലിറ്റിയാണ് അവർക്ക് മിസ് ചെയ്തത്. നെയ്മറുടെ മൂല്യം അവർ തിരിച്ചറിയുകയാണ്. നോക്കുക, PSG ഇപ്പോ കഴിഞ്ഞ 2 സീസണുകളിൽ ക്വാർട്ടർ ഫൈനൽ പോലും കടന്നില്ല. പ്രീ ക്വാർട്ടറിൽ പുറത്താവുകയായിരുന്നു. മെസ്സി കൂടി വന്ന സീസണാണത്. മെസ്സി, നെയ്മർ, എംബാപ്പെ ഒരുമിച്ച് കളിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിൽ എത്തി. അപ്പൊ മെസ്സി വരുന്നതിന് മുമ്പോ PSG സെമി ഫൈനൽ കളിച്ചു. അതിന്റെ മുമ്പോ PSG ഫൈനൽ കളിച്ചു. മെസ്സി വന്ന 2 വർഷങ്ങളിൽ അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി മുന്നോട്ട് പോകാൻ പറ്റിയില്ല. മെസ്സി പോയതിനു ശേഷമുള്ള ഈ വർഷം അവർ വീണ്ടും സെമി ഫൈനലിൽ എത്തുകയാണ്. പക്ഷേ ചരിത്രത്തിൽ ഒറ്റ തവണ മാത്രമേ PSG UCL ഫൈനൽ കളിച്ചിട്ടുള്ളൂ. അത് നെയ്മറുടെ മികവിൽ 2020 എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞില്ല. നെയ്മറുടെ മെന്റാലിറ്റിയാണ് PSG മിസ് ചെയ്തത് എന്ന് പറയുമ്പോൾ 2020 അതായത് 2020-21 സീസണില് UCL പ്രീ ക്വാർട്ടർ ഓർമ്മയുണ്ടാവണം. അന്ന് പ്രീ ക്വാർട്ടറിൽ ഇതേ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ആദ്യ പാദം PSG 2-1 തോൽക്കുന്നു സിഗ്നൽ ഇദൂന പാർക്കില്. അത് എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളും നെയ്മറുടെ ഒരു ഗോൾ മറുപടി. രണ്ടാം പാദത്തിൽ PSG 2-0 വിജയിക്കുന്നു. അവിടെയും നെയ്മറുടെ ഗോൾ ഉണ്ടായിരുന്നു, ബെർനാറ്റിന്റെ ഗോൾ. അങ്ങനെ അഗ്രിഗേറ്റ് 3-2 PSG വിജയിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയി. അന്നാണ് ആ വിവാദമായിട്ടുള്ള, പിന്നീട് ഇപ്പോ അതിന് BVB മറുപടിയൊക്കെ കൊടുത്തിട്ടുള്ള ആ നെയ്മറുടെ സെലിബ്രേഷൻ വരുന്നത്. എർലിംഗ് ഹാലൻഡിന്റെ മെഡിറ്റേഷൻ സെലിബ്രേഷൻ അതുപോലെ ആവർത്തിച്ച് ആ യുവതാരത്തെ പ്രൊവോക്ക് ചെയ്യുകയായിരുന്നു. വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നെയ്മർ പറഞ്ഞ വാക്കുകളുണ്ട്. അതാണ് നെയ്മറുടെ മെന്റാലിറ്റി എന്താണെന്ന് കാണിക്കുന്നത്. ആ മെന്റാലിറ്റിയാണ് PSG ഇന്ന് മിസ് ചെയ്തു എന്ന് പറയുന്നത്. അന്ന് ഇന്റർവ്യൂവിൽ നെയ്മർ ജൂനിയർ പറഞ്ഞു, ഞാൻ ആദ്യ പാദ മത്സരത്തിന് ശേഷം 2ാം പാദം തുടങ്ങുമ്പോൾ കളിക്ക് മുമ്പ് ഞാൻ എൻ്റെ സഹതാരങ്ങളോടൊക്കെ പറഞ്ഞു, ഗോളടിച്ചാൽ ഞാൻ ഹാലൻഡിന്റെ സെലിബ്രേഷൻ കാണിക്കുമെന്ന്. അന്ന് അവരെന്നോട് പറഞ്ഞത് കളി കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഗോളടിച്ചാൽ കാണിക്കും. അത് ആദ്യ മിനിറ്റിലാണ് ഞാൻ ഗോളടിക്കുന്നതെങ്കിൽ അത് അപ്പം കാണിക്കും. അന്ന് എന്നോട് സഹതാരങ്ങൾ ചോദിച്ചു, അപ്പൊ നമ്മൾ തോറ്റാലോ, പിന്നെ അത് വലിയ രൂപത്തിൽ വഷളാവില്ലേ? അതിനുള്ള നെയ്മറുടെ മറുപടി, ബ്രോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തോൽക്കില്ല. ഞാൻ ഗോളടിക്കും, നമ്മൾ ജയിച്ചിരിക്കും. അതെ, തോൽവി എന്നൊന്നില്ല എന്ന് അന്ന് ഉറപ്പിച്ചു പറഞ്ഞ നെയ്മർ അത് കളിക്കളത്തിൽ ചെയ്ത് കാണിച്ചു. ആ മെന്റാലിറ്റിയാണ് PSG ഇവിടെ മിസ്സായത്. ആ മെന്റാലിറ്റിയാണ് PSG താരങ്ങൾക്ക് ഇല്ലാതെ പോയത്. അവിടെയാണ് PSG പരാജയപ്പെട്ടത്. അത്രയധികം മികവ് കാണിച്ചിട്ടും വിജയിക്കാൻ കഴിയാതെ പോയത് ഈ ഒരു മെന്റാലിറ്റി ലാക്ക് ചെയ്തത് കൊണ്ടാണ്. നെയ്മറുടെ വില അവരറിയുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.